എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ടീഷർട്ട് കൊണ്ട് ഒരു ടോപ്പ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിനുള്ളിൽ ഈ ടീഷർട്ട് കൊണ്ട് നമുക്കൊരു ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. വളരെ ഈസിയാണ്. ഇതുപോലെ ടീഷർട്ട് ഫസ്റ്റ് നീർത്തി വെക്കുക, എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ ടോപ്പിൻ്റെ ഷേപ്പ് വരയ്ക്കുകയാണ്. ഈ ഭാഗം റിഗാളിൻ്റെ ഭാഗമാണ്, കയ്യിൻ്റെ ഭാഗം. ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു എലാസ്റ്റിക്കും വരുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അതുപോലെ ഷേപ്പ് വരച്ചിട്ട് ഇത് കട്ട് ചെയ്യാണ്. ഓക്കെ, റിഗാളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഏത് അളവാണോ ഉദ്ദേശിക്കുന്നത് ആ അളവിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കണ്ട് ഇതുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും കറക്റ്റായിട്ട്. ഇതിൻ്റെ കഴുത്ത് ഇതേ കഴുത്ത് തന്നെ വെക്കുകയാണ്, വേറെ കഴുത്ത് നമ്മൾ അടിക്കണമൊന്നുമില്ല. എന്നിട്ട് ഇപ്പോൾ സെൻറ്ററിൽ ഒരു ഇത്ര അളവിൽ ഏകദേശം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അവിടെ 2 സൈഡിലും വരെ വെട്ടിട്ട് കൊടുക്കുക. അവിടെ ഒരു എലാസ്റ്റിക് വരുന്നുണ്ട് ഫുള്ളായിട്ട് റൗണ്ടിൽ, ബാക്കിനും ഫ്രണ്ടിനും ഒരു എലാസ്റ്റിക്, 4 ഇഞ്ച് എലാസ്റ്റിക് വരുന്നുണ്ട്. അതിനുള്ളൊരു മാർക്കിംഗ് ആണ്. 2 സൈഡിലും ചെറിയൊരു വിട്ടിട്ട് കൊടുത്തു കേട്ടോ. ഇനി കൈ കട്ട് ചെയ്യണേ. കൈ ഇതുപോലെ 2 കൈയും ഒപ്പം വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യണത്. ആ ടീഷർട്ടിൻ്റെ 2 കൈയും ഒപ്പം വെച്ചുകൊണ്ട് നമ്മൾ ആ ടോപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കൈ കട്ട് ചെയ്യണേ. ഇതുപോലെ കറക്റ്റായിട്ട് കൈ കട്ട് ചെയ്യുക കേട്ടോ. സെൻറ്ററിലൊരു വെട്ടിട്ട് കൊടുക്കുക, ഒരു മാർക്കിങ്ങിന്. 2 കൈ റെഡിയായി. അങ്ങനെ കട്ടിങ് കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ആ കൈ എടുത്തു, ആ കൈയിൻ്റെ ബോട്ടൺ, കൈയിൻ്റെ അടിഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തടിക്കുക. 4 ഇഞ്ചിൽ 2 ഫോൾഡിങ് കൊടുത്തുകൊണ്ട് അടിക്കുക കേട്ടോ. ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ കൈയും അതേമാതിരി ഫോൾഡ് ചെയ്ത് അടിക്കുക കേട്ടോ. ആ 2 കൈ അടിച്ചിട്ടോ, ഫോൾഡ് ചെയ്ത് കണ്ട് അടിഭാഗം ബോട്ടം. ഇനി കൈ ഇതുപോലെ മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് നമ്മൾ ആ റിഗാൾ ഫിറ്റ് ചെയ്യേണ്ട ഭാഗം ഉണ്ടല്ലോ, കൈയിൻ്റെ ബോഡിൻ്റെ ആ ഭാഗം ഇതുപോലെ മടക്കിക്കാണ്ട് ഇത് ഒപ്പാണോ എന്ന് നോക്കുക. ഇത് കറക്റ്റാണ്, ഒപ്പാണ്. ഇനി ഇത് കമ്മിയാണെങ്കിൽ, ബോഡി കമ്മിയാണെങ്കിൽ നമുക്ക് ആ ബോഡി പീസ് വേണമെങ്കിൽ കറക്റ്റ് ചെയ്ത് വെട്ടി കൊടുക്കുക. ബോഡി പീസ് ഒരിക്കലും കൂടുതലാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കുക, അതിൻ്റെ ബോഡിൻ്റെ റിഗാൾ വെട്ടുമ്പോൾ കുറച്ച് വെട്ടിയാൽ മതി. കൈ കറക്റ്റ് അളവിലും വെട്ടുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് വെട്ടി കൊടുക്കുക. കമ്മി വരികയാണെങ്കിൽ ആ ബോഡി കുറച്ച് അപ്പം വെട്ടി കൊടുത്താൽ മതി. അതിൻ്റെ ബോഡി നമ്മൾ ആദ്യമേ റിഗാൾ കൂടുതൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കൈയ്യമ്മ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോൾ കൈയിൻ്റെ ആ സെൻറ്ററത്തെ മാർക്കിങ്ങും ഈ ബനിയന് അതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ടില്ല, ആ സെൻറ്റർ, ആ 2 സെൻറ്ററും ഒപ്പം വരണം കേട്ടോ. എന്നാലേ ഇവിടേക്ക് എത്തുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ ഇതുവരെ കറക്റ്റായിട്ട് അടിച്ചെടുത്തു. അപ്പോൾ ഇതുപോലെ വരും. അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേപോലെ തന്നെ ഫസ്റ്റത്തെ കൈ ചെയ്ത അതേപോലെ തന്നെ കറക്റ്റായി വെട്ടൊക്കെ കറക്റ്റാക്കി അടിച്ചെടുത്തു. ഇനി ഇതിന് സൈഡ് അടിക്കുകയാണ്. ഒരു ഭാഗത്തിൻ്റെ സൈഡ്, ഈ ഒരു സൈഡ് ഫസ്റ്റ് അടിക്കുക. എന്നിട്ട് എലാസ്റ്റിക് വെച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാണിച്ചു തരാം. ഫസ്റ്റ് ഈ സൈഡ് കൈ 2 ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒപ്പം വെച്ചുകൊണ്ട് ഒരു 1 ഇഞ്ച് തുമ്പിൽ അടിക്കുകയാണ്. ഇതേപോലെ അങ്ങനെ ആ സൈഡ് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടോ. ഓക്കെ, ഫിനിഷ് ചെയ്യാൻ ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് അപ്പുറം മറിക്കുകയാണ്. അതായത് അതിൻ്റെ ഉൾഭാഗം ഇത് ഉൾഭാഗമാണ്. ടീഷർട്ടിൻ്റെ അല്ല, നമ്മൾ അടിക്കുന്ന ടോപ്പിൻ്റെ ഉൾഭാഗമാണ് ഈ ഭാഗം. ഇതിങ്ങനെ നിർത്തിയിടുക. എന്നിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ഒരു വെട്ടിട്ടിരുന്നു, എലാസ്റ്റിക് പിടിപ്പിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാർക്കിങ് ഇട്ടിരുന്നു, ഒരു വെട്ടിട്ടിട്ടുണ്ട്. ഇവിടെയാണ് ആ വെട്ട്, ഇതിൻ്റെ ഇവിടെയാണ്. ഓക്കെ, ഇതിലിങ്ങനെ എലാസ്റ്റിക് വരും. ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ എലാസ്റ്റിക്. അതേപോലെ തന്നെ ഈ സൈഡിലുണ്ട് ഇതുപോലെ ഒരു വെട്ട്. ഇതാണ്, ഇവിടെ ഒരു വെട്ടുണ്ട്. ആ വെട്ടിക്ക് ഈ മാർക്കിങ്ങിൽ ഇങ്ങനൊരു മാർക്കിങ് കൊടുക്കുക. വെട്ട് കറക്റ്റായിട്ട് ഇതിൽ എലാസ്റ്റിക് വെക്കുക. ഈ മാർക്കിങ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. മാർക്ക് ചെയ്ത് കറക്റ്റ് തന്നെയാണ്, അതുപോലെ കറക്റ്റായി മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് കറക്റ്റ് അവിടെ ചവിട്ടി വെച്ചിട്ട് 4 ഇഞ്ച് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്.
ആ ഇലാസ്റ്റിക് കറക്റ്റ് ആ മാർക്കിങ്ങിൽ തന്നെ വെച്ചുകൊണ്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ ആ ഇലാസ്റ്റിക് വലിക്കണം കേട്ടോ. ഇലാസ്റ്റിക് നല്ല വലിക്കുക, എന്നിട്ട് ബാക്കിൽ പിടിച്ചുകൊണ്ട് വലിച്ചാൽ മതി. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇലാസ്റ്റിക് വലിച്ചു ഇതുപോലെ ബാക്കിൽ പിടിച്ച് വലിക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നാൽ കറക്റ്റായിട്ട് അത് അതിൻ്റെ രൂപത്തിലായിട്ട് കറക്റ്റായിട്ട് കിടക്കും. എന്നിട്ട് ആ ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അത് അടിച്ചെടുത്തു കേട്ടോ. കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇതിൻ്റെ സൈഡ് അടിക്കുക. സൈഡൊക്കെ ഒപ്പം വെച്ചുകൊണ്ട് ഇതതുപോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് കൈ ഒപ്പം വെച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് അടിച്ചില്ലേ അതേ തുമ്പിൽ തന്നെ അടിക്കുക. ഇത് ബനിയൻ ക്ലോത്ത് അല്ലേ, അപ്പോൾ കയ്യോ കുറച്ച് ടൈറ്റായി കിടന്നോട്ടെ. അങ്ങനെ കുറച്ച് ടൈറ്റിൽ തന്നെ അടിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരേ വീതിയിൽ തന്നെ നമ്മൾ ഫസ്റ്റ് അടിച്ച് അതേ ഇതിൽ തന്നെ ഇത് അടിച്ചെടുത്തു. രണ്ടാമത്തെ സൈഡും അടിച്ചു. അപ്പോൾ അങ്ങനെ ടോപ്പ് കംപ്ലീറ്റ് ആയി. വെറും 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ടോപ്പ് അടിക്കാം വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. വീഡിയോ കണ്ടതിന് നന്ദി.